പരിണാമമൊക്കെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംശയമാണ്, ഇനി പ്രകൃതി എങ്ങാനുമാണോ ദൈവം? കാരണം ഈ മതഗ്രന്ഥങ്ങളിലെയൊക്കെ കഥകളൊക്കെ വായിച്ച വമ്പൻ കോമഡിയാണ്. വീണ്ടും പറഞ്ഞ് ഒരേ തമാശ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ചിരി വരില്ലെന്ന് പറയുന്ന പോലെ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ സയൻസ് പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ഈ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പലരും ഇത് പഠിച്ചിട്ട് തെറ്റിദ്ധരിക്കും. എന്നിട്ട് വിചാരിക്കും പ്രകൃതിയായിരിക്കാം ഈ ഒരു ശക്തി, അല്ലെങ്കിൽ പ്രകൃതി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് കാലക്രമേണ ജിറാഫുകൾക്ക് നീളമുള്ള കഴുത്തുകൾ വരികയും ഇന്നത്തെ ജിറാഫായി മാറുകയും ചെയ്തത്? കാരണം ചില ജിറാഫുകൾക്ക് തോന്നി കഴുത്തിന് ഇച്ചിരി നീളമുണ്ടെങ്കിൽ മരക്കമ്പുകളിലെ ഇലയൊക്കെ പെട്ടെന്ന് കടിച്ചു തിന്നാം, ഈ പുല്ല് മാത്രം തിന്ന് നടക്കണ്ട. കാരണം പുല്ലൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കാലക്രമേണ എല്ലാ ജിറാഫുകളുടെയും കഴുത്തിന് നല്ല നീളമുണ്ടായി, ഇന്നത്തേതുപോലെയുള്ള ജിറാഫുകൾ മാത്രമായി. അപ്പോൾ എങ്ങനെയാണ് ജിറാഫിന് ഈ കഴിവ് വന്നത്? ജിറാഫുകൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല, അതൊരു നാച്ചുറൽ സെലക്ഷൻ ആണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ എന്തോ കളിയുണ്ട്. ആ കളി എന്താണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. പണ്ട് യൂറോപ്പിൽ വ്യാവസായിക വിപ്ലവം ഒക്കെ വന്നപ്പോൾ കറുത്ത ശലഭങ്ങൾ അതിജീവിച്ചു. പണ്ടെല്ലാം വെളുത്തതായിരുന്നു. അതിനെ പെട്ടെന്ന് ഈ കരി പിടിച്ച ഭിത്തികളിൽ നിന്നും പ്രതലങ്ങളിൽ നിന്നുമൊക്കെ പക്ഷികൾക്ക് കൊത്തിയെടുക്കാൻ പറ്റി. പക്ഷെ കറുത്ത നിറത്തിലേക്ക് മാറിയ ശലഭങ്ങളൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഈ ശലഭങ്ങൾക്ക് എങ്ങനെയാണ് ഈ കറുത്ത നിറത്തിലേക്ക് മാറാൻ തോന്നിയത്? അപ്പോൾ ഇത് പ്രകൃതി ചെയ്യിക്കുന്നതല്ലേ? അതാണോ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്? പക്ഷെ ചോദ്യം ഇതാണ് നിസ്സാരമായിട്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് ചിറകുകളൊക്കെ വരേണ്ട സമയം കഴിഞ്ഞില്ലേ? നമുക്ക് പറന്നു കിടക്കാൻ പറ്റില്ലേ? ഇനി പ്രകൃതി ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയും ചിന്തിച്ച് ഈ ജിറാഫിന്റെ കഴുത്തിന് നീളം കൂടിയതുപോലെയും ചില ശലഭങ്ങൾ കറുത്ത നിറത്തിലേക്ക് മാറിയതുപോലെയും അങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലൂടെ ശ്വസിച്ചുകൊണ്ട് നടക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ വരേണ്ട സമയമായില്ലേ? എന്താണ് അങ്ങനെയൊന്നും സംഭവിക്കാത്തത്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? സെൽ ഡിവിഷൻ, കോശ വിഭജനം, അതാണ് നമ്മുടെയൊക്കെ ഒരു ബേസ് എന്ന് പറയാം. ഒരു കോശം റെപ്ലിക്കേറ്റ് ചെയ്ത് അതുപോലെ തന്നെയുള്ള മറ്റൊരു കോശമായിട്ട് മാറുന്നു. പഴയ കോശത്തിൻ്റെ അതേ പതിപ്പ്, അല്ലെങ്കിൽ അത് തന്നെ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ കോപ്പി ചെയ്ത് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ അതിനാണ് നമ്മൾ പറയുന്നത് മ്യൂട്ടേഷൻ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് വരുന്ന കോശത്തിന് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ ഒരു എറർ ഉണ്ടായിരിക്കും. ഇത് 3 തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഇങ്ങനെ വരുന്ന മ്യൂട്ടേഷൻ ജീവന് ഹാനികരമായിരിക്കാം. അതിനാണ് ഭൂരിഭാഗവും ചാൻസ് ഉള്ളത്. എന്നാൽ അങ്ങനെ അല്ലാത്ത വളരെ കുറച്ചുമുണ്ട്. അതായത് ന്യൂട്രലായിട്ട്, അതായത് ഇതുകൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല, എന്നാൽ ഒരു 1% മാത്രം വരുന്ന ഒരു മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജീവന് അത് അതിജീവിക്കാനും അല്ലെങ്കിൽ സഹായകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂരിഭാഗവും നമുക്ക് ഹാനികരമാകാനാണ് സാധ്യത. നമ്മുടെയൊക്കെ ശരീരത്തിലും ഒക്കെ നിരന്തരം ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ പ്രതിരോധിക്കുന്ന ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മുടെയൊക്കെ ശരീരത്തിലുണ്ട്. നമ്മുടെ കണ്ണുകളിലൊക്കെ ഈ മ്യൂട്ടേഷൻ ഇങ്ങനെ ധാരാളം സംഭവിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച്, അല്ലെങ്കിൽ ഇത് ഹാനികരമല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ കണ്ണിനെ കണ്ണായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ നിലനിർത്തുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഇങ്ങനെ ഒരു പ്രോട്ടീൻ വ്യവസ്ഥ കൊണ്ടാണ്. എങ്കിലും ഇത് എല്ലാ ജീവജാലങ്ങളിലും, വലിയ ജീവികളിലും അല്ലെങ്കിൽ വളരെ ചെറിയ ബാക്ടീരിയകളിലും ഒക്കെ തുടങ്ങി ഇതിങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ നാച്ചുറൽ സെലക്ഷൻ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഈ കോശങ്ങളെ വിഭജിക്കുമ്പോൾ അതിൽ ചില എററുകൾ വരികയും മാതൃകോശത്തിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള മറ്റൊരു കോശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ഒരു ജീവിക്ക് തന്നെയും, ഉദാഹരണത്തിന് ഒരു ധ്രുവക്കരടി എടുക്കുക, ഇങ്ങനെ ചില എററുകൾ സംഭവിക്കുന്നതുകൊണ്ട് ചില ഇനം കരടികൾക്ക് വളരെ അധികമായിട്ട് രോമം വരാനായിട്ട് തുടങ്ങി, വളരെ കട്ടി കൂടിയ രോമം. വേറെ ചിലർക്ക് എന്താണ് സംഭവിച്ചത്? ഒട്ടും തന്നെ രോമം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി. അന്നൊരു പക്ഷേ ഐസേജ് തുടങ്ങുന്നേ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അന്ന് ചൂടുള്ള സാഹചര്യമായിരിക്കാം. എന്താണെങ്കിലും പിന്നീട് ഒരു വലിയ ശൈത്യമുള്ള കാലഘട്ടം ആരംഭിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ ഐസേജ് ഒരിക്കൽ തുടങ്ങി എന്ന് കരുതുക. ഈ മ്യൂട്ടേഷനിൽ വന്ന, അല്ലെങ്കിൽ ഈ ഒരു എറർ മൂലം വളരെ അധികം രോമങ്ങൾ, കട്ടിയുള്ള രോമങ്ങൾ വന്ന കരടികൾക്ക് ഇതുകൊണ്ട് അതിജീവിക്കാൻ കഴിയും. അങ്ങനെ അവയൊക്കെ അതിജീവിച്ചു. മറ്റുള്ളതൊക്കെ എന്ത് പറ്റി? ചത്തുപോയി. അങ്ങനെ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഈ ധ്രുവക്കരടികളൊക്കെ ഇങ്ങനെയുണ്ട്. പക്ഷെ ഇത് ഈ കരടികൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? പണ്ടിരുന്നിട്ട് ഇത് ഉടനെ ഒരു ഐസേജ് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ കുറച്ച് രോമം വളർത്തിയേക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു ശക്തി ഇങ്ങനെ ഇരുന്ന് നിയന്ത്രിച്ചിട്ട് ഉടനെ ഈ സെൽ ഡിവൈഡ് സംഭവിക്കുന്ന സമയത്ത് ഒരു എറർ അങ്ങ് ഉണ്ടാക്കി. അങ്ങനെയാണോ? അല്ല, ഇതാണ് സംഭവം. ഇങ്ങനെ തന്നെയാണ് ജിറാഫുകളുടെ കഴുത്ത് നീണ്ടതും.
ഇങ്ങനെ സെൽ ഡിവിഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂട്ടേഷനിലുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു എറർ മൂലം ചില ജിറാഫുകളുടെ അല്ലെങ്കിൽ അന്നത്തെ ആ ജീവികളുടെ കഴുത്ത് നീളാൻ തുടങ്ങി, ചിലതിന് അങ്ങനെ നീണ്ടില്ല. അങ്ങനെ ഈ രണ്ടും ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു വലിയ ക്ഷാമകാലം അല്ലെങ്കിൽ വലിയൊരു ഉണക്ക് വന്നു, പുല്ലെല്ലാം കരിഞ്ഞുപോയി. ആ ഒരു പ്രദേശത്ത് വേറൊരു തീറ്റയും ഇല്ല, മരക്കമ്പുകളിൽ മാത്രം കുറേയൊക്കെ പച്ചിലകളുണ്ട്. അപ്പോൾ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾക്ക് അത് തിന്ന് അതിജീവിക്കാൻ സാധിച്ചു, മറ്റുള്ളതൊക്കെ ചത്തൊടുങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നീളമുള്ള ജിറാഫുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ന് കരുതി അന്നുണ്ടായിരുന്ന കുറേ അധികം ജിറാഫുകൾ തലമുറയായിട്ട് ഇതാ ക്ഷാമകാലമാണ് വരുന്നത്, പ്രവചനം വരികയാണ്, അതുകൊണ്ട് കഴുത്തങ്ങ് നീട്ടിയേക്കാം എന്ന് വിചാരിച്ച് അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. പ്രകൃതിയിൽ ഏതെങ്കിലും ഒരു ശക്തി ഇതിൻ്റെ കഴുത്ത് നീട്ടുന്നുണ്ടോ? ഇല്ല. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ഇത് റാൻഡം ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്, സ്വാഭാവിക സെലക്ഷൻ. ഈ നാച്ചുറൽ എന്നൊക്കെ പറയുമ്പോൾ ചിലർ നേച്ചർ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെയാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത്. ഇനി പ്രകൃതിയാണോ നിയന്ത്രിക്കുന്നത്? പ്രകൃതിയാണോ ദൈവം? നിശാശലഭങ്ങൾ കറുത്ത കാര്യവും ഇങ്ങനെ തന്നെയാണ്. മ്യൂട്ടേഷനിൽ സംഭവിച്ച എറർ മൂലമാണ് അതിന്റെ വെളുത്ത നിറം മാറിയിട്ട് കറുത്ത നിറത്തിലേക്ക് അതിന്റെ ചിറകുകൾ മാറിയത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ കൽക്കരിയൊക്കെയാണെന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുക. എല്ലായിടത്തും പുകമറയായിരിക്കും, പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ ഭിത്തികളും മരക്കമ്പുകളും വരെ കറുത്തിരിക്കും. അപ്പൊ ഈ കറുത്തിരുന്ന ശലഭങ്ങളെ പക്ഷികളൊന്നും കാണാതെ പോയി വെളുത്തിരുന്നതിനെയൊക്കെ പിടിച്ചു തിന്നു എന്ന് കരുതിയിട്ട്, ഇങ്ങനെ കൽക്കരിയുടെ പുക വരുമെന്ന് കരുതിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ശലഭങ്ങൾ അറിഞ്ഞുകൊണ്ട് കറുത്ത നിറത്തിലേക്ക് മാറിയതാണോ? ഒന്നുമല്ല. അതങ്ങനെ ജീവിക്കുന്നു, അതിനിങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുമില്ല. അപ്പൊ ഇതാണ് ഈ പരിണാമത്തിൽ അല്ലെങ്കിൽ ഈ നാച്ചുറൽ സെലക്ഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇതങ്ങ് മനസ്സിലാക്കുമ്പോൾ ചിലർ ചോദിക്കും, ഈ കോശം വിഭജിക്കുന്നത് എങ്ങനെയാണ്? ഈ കോശം ആരാണ് ഉണ്ടാക്കിയത്? ആ ഉണ്ടാക്കർ ആരാണ്? ഇതിനൊക്കെ സയൻസിന് ഉത്തരമുണ്ട്. ഈ നാച്ചുറൽ സെലക്ഷൻ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട്. ഉത്തരമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് പറഞ്ഞു തരുന്ന, അതായത് പ്രത്യേകിച്ച് ഈ മതവിശ്വാസികളോടൊക്കെ സയൻസ് വളച്ചൊടിച്ച് സയൻസിന് ഉത്തരം മുട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവർ പറയുന്നതേ പലരും കേൾക്കുന്നുള്ളൂ. പഠിക്കാൻ പലരും മെനക്കെടാറില്ല, അല്ലെങ്കിൽ അത് പഠിച്ചാൽ ചിലർക്ക് മനസ്സിലാവുകയുമില്ല. പക്ഷെ അത്യാവശ്യം സാമാന്യ ബോധം ഉണ്ടായാൽ തന്നെ ഇതൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടുമെന്നുള്ളതാണ്. മനസ്സിലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു ധൈര്യം വേണം, അത്രയേ ഉള്ളൂ. കോശവിഭജനം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ദഹിക്കില്ല. ഇതൊന്നും നിങ്ങൾ ഈ സയൻസ് ഒന്നും പറയുന്നത് ശരിയൊന്നുമല്ല. പിന്നെ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ മറ്റേ ഖുർആനും ബൈബിളും ഒക്കെ അനുസരിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ മണ്ണ് കുഴച്ചു ഊതിക്കയറ്റി, അത് അടിപൊളി, അങ്ങനെയൊക്കെയാണ് സംഭവം. അല്ലാതെ ഇത് സയൻസിന് ഉത്തരം മുട്ടും. ഇതെടുക്കൂ. മതങ്ങളിലേക്ക് പോകാൻ പോകുന്നവർ ആ പുസ്തകം എടുത്തിട്ടാന്ന് വായിക്കണം കേട്ടോ. നല്ല നല്ല കോമഡിയാണ് സംഭവം. അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദു പുരാണം എടുക്കുകയാണെങ്കിൽ എന്താ, ബ്രഹ്മാവും ഉപ്പുമാവും മൈദാമാവും, വമ്പൻ കോമഡിയാണ് എല്ലാം. അപ്പോൾ സയൻസ് പറയുന്ന ആളുകൾ സംശയിക്കുന്നു, ഇതൊന്നും അല്ല എന്ന് അംഗീകരിക്കുന്നവർ പകരം എന്താണ് പറയുന്നത് അതൊന്ന് ചിന്തിക്കുക. ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ ബാക്ടീരിയ പോലെയുള്ള ഒരു ജീവി വർഗത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ചിലർ പറയാറില്ലേ, ഡൈനസോറുകളും കോഴികളും തമ്മിൽ ബന്ധമുണ്ട്. പുറകോട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും ബന്ധമുണ്ട്. എങ്ങനെയാണ് ഒരു ജീവൻ ആദ്യമായി ഉണ്ടായത്? കോശങ്ങൾ വിഭജിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഈ ഒരു വിഷയം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ വീഡിയോയുടെ നീളം കൂടും, പലരും ഇത് മുഴുവനും കാണില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞൊപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നാച്ചുറൽ സെലക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവികൾക്ക് സഹായകരമാവുന്ന രീതിയിലൊക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ആമാശയത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വയറ്റിൽ സെല്ലുലോസ്, അതിനെ വിഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾ ഉണ്ടായേനെ. മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ നോക്കും, മനുഷ്യനല്ലാതെ ആരെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടോ? പാചകം ചെയ്ത് കഴിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പശുവും ആടും ഈ കന്നുകാലികളും ഒക്കെ ഈ പച്ചപ്പുല്ലും തിന്ന് ജീവിക്കാൻ സാധിക്കുന്നത്? മനുഷ്യനും അങ്ങനെയായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ഇതൊരു വലിയ പണിയല്ലേ? നമുക്ക് കൃഷി ചെയ്യേണ്ട, എന്തെങ്കിലുമൊക്കെ പച്ചലയോ പുല്ലോ ഒക്കെ എടുത്ത് തിന്നാൽ മതി. ഇന്ന് നമ്മൾ തിന്നുന്ന പോലെയല്ല. നമ്മുടെ വയറ്റിൽ ഈ സെല്ലുലോസ് ഒക്കെ ദഹിപ്പിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഈ പച്ചപ്പുല്ലും പ്ലാവിലയും ഒക്കെ തിന്നാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് അതിനോട് കൊതി തോന്നും. പക്ഷെ നമുക്ക് സാധിക്കില്ല. കാരണം ഈ പശുവിൻ്റെയും മറ്റുമൊക്കെ വയറ്റിലുള്ള അത്തരത്തിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിലില്ല. നമുക്കുള്ളതൊക്കെ വേറെയാണ്. അതുകൊണ്ട് നമുക്ക് സെല്ലുലോസ് ദഹിപ്പിക്കാൻ സാധിക്കില്ല, പാചകം ചെയ്ത് കഴിക്കേണ്ടി വരുന്നു. നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിജീവിച്ചതാണ്. ഈ പറയുന്നത് പോലെയാണ് പരിണാമത്തിൽ പല ജീവികളും ഇല്ലാതായതും പലരും അതിജീവിച്ചതും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളവരൊന്നും അല്ല അതിജീവിച്ചത്. അതിജീവനശേഷി ഉള്ളതൊക്കെ നിലനിൽക്കും, ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പൊതുവെ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്ത, ഏറ്റവും നല്ല ബോഡി പവർ ഉള്ള,
ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള അങ്ങനെയുള്ള പലരുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ജീവജാലങ്ങളായിരിക്കും അതിജീവിച്ചു വന്നത്. അല്ല, ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പറയുന്നത് പോലെയാണ്. മ്യൂട്ടേഷൻ സംഭവിച്ചപ്പോൾ ചിലതിന് രോമങ്ങൾ കൂടുതൽ വന്നു, അല്ലെങ്കിൽ ചില കരടികൾക്ക്, ചില മൃഗങ്ങൾക്ക് അത് അന്ന് അതിന് ഒരു പക്ഷേ ചീത്തയായിരുന്നിരിക്കാം, എന്നാൽ കാലാവസ്ഥ മാറിയപ്പോൾ അത് ഉപകാരമായി. ഇതിനെല്ലാം പുറമെ ഡൈനസോറുകൾ നശിച്ചു പോയി. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളെ ആയിട്ടുള്ളൂ. കോടിക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചിട്ടാണ് ഡൈനസോറുകൾ ഇല്ലാതായത്. എന്തുകൊണ്ടാണ്? അതിജീവനശേഷി ഇല്ലാഞ്ഞിട്ടാണോ? ഇതുപോലെയാണ് ഈ കാര്യങ്ങൾ വിശാലമായി മനസ്സിലാക്കുമ്പോൾ. ആദ്യത്തെ സെൽ ഡിവൈഡ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ കോശം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് അതുപോലെ തന്നെ മറ്റൊരു കോശം ഉണ്ടായ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അർബുദം എന്നൊക്കെ പറയുന്നതിൻ്റെ സാധ്യതയും തുടങ്ങിയതാണ്. അർബുദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൽ ഡിവിഷൻ തന്നെയാണ് അതിൻ്റെയും അടിസ്ഥാനം. ഇന്ന് നമ്മളെല്ലാവരും അത് ചെയ്താൽ ഇത് വരും, മറ്റേത് ചെയ്താൽ ഇത് വരും എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ 65% അർബുദങ്ങളും വരുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെയാണ്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു എറർ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. പിന്നെയും 5%, 2%, 3% ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വിഷവസ്തുക്കൾ കുറേ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, നമ്മുടെ ജീവിതശൈലി, അല്ലെങ്കിൽ UV റേസ് ഒരുപാട് ഏറ്റു കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗവും നമുക്കിത് ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ പകുതിയിലധികവും 65% എപ്പോൾ വേണമെങ്കിലും ആർക്കും വെറുതെ അങ്ങ് വരാം. അങ്ങനെയാണ് 65%. നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ടിരുന്ന്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം മാത്രം കഴിച്ച് ഒട്ടും UV റേസ് ഒന്നും അടിക്കാതെ ഒരു ജീവിതശൈലി പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും ഒക്കെ കഴിച്ചിരുന്നാലും നിങ്ങൾക്കിത് വരാനുള്ള ചാൻസ് പകുതിയിലധികമാണ്. മ്യൂട്ടേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു എറർ തന്നെയാണ്, സെൽ ഡിവൈഡിൻ്റെ സമയത്തുള്ള എറർ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ. അതാണ് പറഞ്ഞത്, ഈ സെൽ ഡിവൈഡ് നടക്കുമ്പോൾ സംഭവിക്കുന്ന എറർ അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടേഷൻ ഭൂരിഭാഗവും ആ ജീവന് തന്നെ ഹാനികരമാകാനാണ് സാധ്യത. 1% മാത്രമേ ഉള്ളൂ ഇത് സഹായകരമായിട്ട്, അല്ലെങ്കിൽ ആ ജീവിക്ക് അതിജീവിക്കുവാനൊക്കെ സഹായകരമാവുന്ന രീതിയിൽ സംഭവിക്കുന്നുള്ളൂ. അതങ്ങനെ അങ്ങ് സംഭവിക്കുന്നതാണ്, പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്തിട്ടോ ഒന്നുമല്ല. അങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം പരിണമിച്ച് വന്നിരിക്കുന്നത്. മനുഷ്യൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. ഇതൊക്കെ വലിയൊരു സബ്ജക്റ്റാണ്. ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒതുക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുന്നവർക്ക് ഇത് വിശാലമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ കോശങ്ങളുടെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ, ബാക്ടീരിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഇങ്ങനെ സെൽ ഡിവൈഡ് അതേപോലെ തന്നെ ഒരു സാധനം ഉണ്ടാകുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് വലിയ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം മനുഷ്യർ എന്തുകൊണ്ടാണ് ഒരാണും പെണ്ണും ചേർന്നിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകേണ്ടി വരുന്നത്? ഒരാണിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ കൊമോഡോ ഡ്രാഗൺ എന്നൊക്കെ പറയുന്ന, അതായത് സാധാരണ വലിയ ജീവികൾ അങ്ങനെ കാണാറില്ല, അങ്ങനെയുള്ള ജീവികളുമുണ്ട്. അതിലൊന്നാണ് ഈ കൊമോഡോ ഡ്രാഗൺ. ഇതിന് വേണമെങ്കിൽ ഒരു ഇണ ചേർന്നുകൊണ്ട് ഒരാണിൻ്റെ സഹായത്തോടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ ആണുങ്ങളെ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരുത്തനും ശരിയല്ലെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ കൊമോഡോ ഡ്രാഗണിന് സ്വയം പ്രസവിക്കാനായിട്ട് സാധിക്കും. ആരുടെയും സഹായം ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈ ഇണകളുടെ ആവശ്യം? ഇപ്പം നമ്മൾ ഓരോ സസ്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓരോ പൂവുകൾ നോക്കുക, അതിൽ തന്നെ അണ്ടവും ബീജവും ഉണ്ട്. അപ്പോൾ നമുക്ക് തോന്നും ഇതെന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ തേനീച്ചകൾ വഴിയൊക്കെ ഒന്നിൻ്റെ പൂമ്പടി മറ്റൊന്നിൽ ചെല്ലേണ്ട ആവശ്യം എന്താണ്? രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് വെച്ചാൽ പോരെ? അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഈ ജീവജാലങ്ങളെല്ലാം ആണും പെണ്ണും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇത് ഒരു വ്യത്യസ്തതകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇണയുടെ ആവശ്യമില്ലാതെ ഒരു ജീവി തന്നെ അതിൻ്റെ മറ്റൊരു പതിപ്പിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാവുന്നതൊക്കെ അതേപോലെ തന്നെയായിരിക്കും, ഇണകൾ തമ്മിലല്ലെങ്കിൽ. ഇപ്പം മനുഷ്യരുടെ തന്നെ കാര്യം എടുക്കുക, എല്ലാവരും പെണ്ണുങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ തല്ലാൻ വരും. പക്ഷേ ഇപ്പോൾ മനുഷ്യർ തന്നെയും ബേസിക്കായിട്ട് എല്ലാവരും പെണ്ണുങ്ങളാണ്. ആണുങ്ങൾക്ക് എന്താണ് വ്യത്യാസമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഗർഭാവസ്ഥയിൽ എല്ലാവരും ഒരു 4 ആഴ്ച വരെയൊക്കെ സ്ത്രീ തന്നെയാണ്. ആ 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്രോമസോമൊക്കെ എടുക്കുകയാണെങ്കിൽ XY, XX ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ പുരുഷനായിട്ടാണ് വളരേണ്ടതെങ്കിൽ അത് പുരുഷനായിട്ടുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നത്. എന്നാൽ ആ കോഡിങ് ആദ്യമേ തന്നെ ഉണ്ട്. പക്ഷെ ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവർക്കും ഈ നിപ്പിൾസ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷെ ഒരു ആൺകുട്ടിയാണ് ഉണ്ടാകേണ്ടതെങ്കിൽ പിന്നീട് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കാര്യങ്ങൾ പരിപോഷിപ്പിക്കുന്നില്ല. ഓരോ അവയവങ്ങളും ഉണ്ടാവുന്നത് ഓരോ ഘട്ടങ്ങൾ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഹാർട്ടിൻ്റെ ഒക്കെ ഒരു ചെറിയ പതിപ്പ് വരുന്നുണ്ട്.
കാരണം അത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ടാണ് പല്ലുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങുന്നത്, കാരണം അത് ആദ്യമേ തന്നെ തുടങ്ങേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാ പുരുഷന്മാർക്കും ഈ പറയുന്ന നിപ്പിൾസ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ മുലക്കണ്ണുകൾ എന്ന് പറയുന്ന സാധനമാണ് ഉദ്ദേശിച്ചത്, ചെസ്റ്റ് അല്ല ഉദ്ദേശിച്ചത്. ഇന്ന് നമ്മൾ ഭൂമിയിൽ വംശനാശം സംഭവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് തരം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു 90% അല്ലെങ്കിൽ 99% ഇല്ലാതാവുക തന്നെയാണ് ചെയ്തത്. ആരാണ് ഇല്ലാതാക്കിയതെന്ന് ചോദിച്ചാൽ പ്രകൃതിയാണെന്ന് പറയാം. എന്ന് കരുതി പ്രകൃതി എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതിനെ അങ്ങ് സംഹരിച്ചു എന്നല്ല, അങ്ങോട്ട് സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്ന രീതിയിൽ തന്നെ ഈ പ്രകൃതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ഇത്രയും വലിയ 800 കോടിയൊക്കെ ആയിട്ട് മനുഷ്യർ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം പ്രകൃതി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും പ്രകൃതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതി അനുസരിച്ച് തന്നെ പോകണമെന്നാണെങ്കിൽ ഇത്രയും മനുഷ്യരൊന്നും ഇവിടെ പാടില്ല. ഇതുപോലെയൊന്നും കൃഷി ചെയ്യാൻ പാടില്ല. നമ്മൾ കൃഷി, ജൈവ കൃഷി എന്നൊക്കെ പറയുന്നു, കൃഷി തന്നെയും പ്രകൃതി വിരുദ്ധമാണ്. ബാക്കിയുള്ള സസ്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഒരു സ്ഥലത്ത്, കളകളെയൊക്കെ മാറ്റിയിട്ട് ഒരു സ്ഥലത്ത് നിശ്ചിത സസ്യങ്ങൾ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. തന്നെയുമല്ല ഇന്നുള്ളതെല്ലാം നമ്മൾ മോഡിഫൈ ചെയ്തതാണ്. ചിലർ പറയാറില്ലേ പണ്ടത്തെ ചോറ് അതിൻ്റെയൊക്കെ ഒരു രുചി. ഏറ്റവും രുചികരമായ സാധനങ്ങൾ, ഏറ്റവും രുചിയുള്ള മാമ്പഴം തിന്നിട്ടുള്ളതും ഏറ്റവും രുചിയുള്ള ആപ്പിൾ തിന്നിട്ടുള്ളതും ഒക്കെ നമ്മളാണ്. കാരണം ഇതിനെയൊക്കെ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കി ബയോടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ഏറ്റവും മികച്ചത്, ഏറ്റവും മധുരമുള്ളത്, ഏറ്റവും കൂടുതൽ കേടുകൂടാതിരിക്കുന്നത് അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തും ഏതും അങ്ങനെയാണ്. പശുക്കൾ തുടങ്ങി അല്ലെങ്കിൽ ജീവജാലങ്ങൾ തുടങ്ങി നമ്മൾ വളർത്തുന്ന അല്ലെങ്കിൽ ചെന്നായ്കളിൽ നിന്നാണ് ഇന്നത്തെ പലതരം നായ്ക്കൾ. അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതുപോലെ തന്നെ മനുഷ്യൻ മാറ്റിമറിക്കാത്ത ഒന്നുമില്ല. നമ്മൾ കഴിക്കുന്നതാകട്ടെ, പൂക്കളാകട്ടെ, ധാന്യങ്ങളാകട്ടെ എന്ന് തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എന്തും ഏതും മനുഷ്യൻ മോഡിഫൈ ചെയ്ത് പ്രകൃതിക്കെതിരെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ നിൽക്കുന്നത്. പ്രകൃതിയിൽ അങ്ങനെ തന്നെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കാട്ടിലേക്ക് പോവുക, വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ല. അവിടെ ചെന്ന് പുലി പിടിച്ച് തിന്നാൽ അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഒരു അസുഖം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കാനൊന്നും പോകരുത്, അതാണ് അതിൻ്റെ ഒരു രീതി എന്നുള്ളതാണ്. ഇതിങ്ങനെ പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. ഒരു കാര്യം പറയാം, അതായത് ഈ ഭൂമിയിൽ മനുഷ്യരിൽ മാത്രമേ ഈ ആർത്തവ വിരാമം എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പീരിയഡ്സ് നിൽക്കുക ഒരു പ്രായമാകുമ്പോൾ. ഇത് വേറൊരു ജീവജാലങ്ങൾക്കുമില്ല. മറ്റ് നിങ്ങൾ ഏത് കന്നുകാലികളോ ഒക്കെ എടുത്തു നോക്കിയാലും അത് മരിക്കുന്നതിന് തൊട്ട് മുമ്പും അതിന് ഇതിനുള്ള ശേഷി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ശേഷിയോടെ തന്നെയാണ് അത് മരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യരിൽ ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്താണ്? വളരെ അപൂർവമായിട്ട് ചില തിമിംഗലങ്ങളിലും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ തിമിംഗലം തന്നെയും പണ്ട് 4 കാലുള്ള ജീവിയായിരുന്നു. ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും തമാശ തോന്നുന്നുണ്ടോ? അത് പണ്ട് 4 കാലുള്ള അല്ലെങ്കിൽ ഒരു സസ്തനിയായിരുന്നു. അതിന് ശ്വാസകോശമാണുള്ളത്, അതുകൊണ്ടാണ് ശ്വസിക്കാൻ അത് മുകളിലേക്ക് വരുന്നത്. നമ്മൾ തിമിംഗലങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു, അതിനകത്ത് വിശദമായിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ലിങ്ക് താഴെ കൊടുക്കുക, നമുക്ക് പഴയ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ആർത്തവ വിരാമം സ്ത്രീകളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയും കാലം ഒന്നും ജീവിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മെഡിസിനിലൂടെയും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നു, നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ധാന്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിരിക്കുന്നു. അങ്ങനെ എക്സ്ട്രാ ലൈഫാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിക്ക് ചേർന്നതാണോ? ഒരിക്കലുമല്ല. പക്ഷെ അത് ആർക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടോ? ഇപ്പം ചില ആളുകൾ ഈ ഏക സിവിൽ കോഡ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എതിർക്കുമല്ലോ, മതത്തിൻ്റെ രീതിയിൽ തന്നെ പോകണമെന്നൊക്കെ പറയും മൊത്തം. പക്ഷെ അങ്ങനെയുള്ള ആളുകളോട് എന്നാൽ ഈ മതത്തിൻ്റെ നിയമം അനുസരിച്ച് ഒരു ക്രിമിനൽ ലോ നിങ്ങൾ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. കാരണം മോഷ്ടിച്ച കൈവെട്ടി കളയണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. അത് വേണ്ട, അതിപ്പോൾ നമ്മുടെ സിവിൽ നിയമങ്ങളൊക്കെ മതി. പക്ഷേ UCC ഒക്കെ പറയുമ്പോൾ, യൂണിഫോം സിവിൽ കോഡൊക്കെ വരുമ്പോൾ അത് വേണ്ട, അത് മൊത്തം വേണ്ട. പോട്ടെ, അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ജെനറ്റിക്സും സോഷ്യലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ജെനറ്റിക്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീയും പുരുഷനും ഒന്നും ഒരു ഇണയിൽ തൃപ്തരല്ല. അതല്ല നമ്മുടെ രീതി. ഏകപത്നി വ്രതം, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിവാഹം കഴിക്കുന്നു, അവരുടെ കൂടെ തന്നെ ജീവിക്കുന്നു. ജെനറ്റിക്സ് അനുസരിച്ച് ഇതൊന്നും അല്ല നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെയൊന്നും അല്ല തോന്നുക. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ അങ്ങ് അടക്കി ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുകയാണ്. പ്രകൃതിക്കെതിരെ തന്നെ. ഇപ്പോൾ കൃഷി തുടങ്ങിയത് മുതൽ, മരുന്നുകൾ ഉപയോഗിക്കുന്നത് മുതൽ, കൂടുതൽ കാലം ജീവിക്കുന്നത് തുടങ്ങി എന്ന് പറയുന്നത് പോലെ ഇതും നല്ലതാണ്. പിന്നെ ഇതിനിടയിൽ പറയേണ്ടത് ചില ആളുകൾ ക്ലോണിങ്ങിൻ്റെ ഒക്കെ കാര്യം, അതായത് ഇതൊന്നുമല്ല ക്ലോണിങ് മനുഷ്യൻ കണ്ടുപിടിച്ചില്ലേ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നൊരു കോശം എടുത്ത് ക്ലോൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു ക്ലോൺ അല്ലെങ്കിൽ ആ ഒരു ജീവി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ഒരു കൊച്ചുകുട്ടിയായിട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലോണിങ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെൽ ഡിവൈഡ് എന്ന് പറയുന്നത് പോലെ ക്ലോണിങ് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്. ഇപ്പോൾ ഡോളി എന്ന് പറയുന്ന ഒരു ചെമ്മരിയാടാണ് ആദ്യമായിട്ട് ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ഒരു. പക്ഷെ ആ ഒരു ആട്ടിൻകുട്ടി ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ അമ്മയായ ആ ഒരു ആടിനുണ്ടായിരുന്ന അതേ ഏജിലാണ് അതും ഉണ്ടാകുന്നത്.
വളരെ പ്രായമായ ആടിന് വരുന്ന എല്ലാ അസുഖങ്ങളും ആ ജനിച്ച് ഉണ്ടായ ആ ആട്ടിൻകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് അത് മരിച്ചുപോയി. അപ്പോൾ ക്ലോണിങ്ങിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ വീഡിയോ ചുരുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ സെൽ ഡിവൈഡ് ആണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രായമാകുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഈ എല്ലാ കോശങ്ങളും ഇങ്ങനെ അതിൻ്റെ തന്നെ ഒരു പതിപ്പുണ്ടാകാൻ അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പ്രായമാകുന്നത്. അതായത് ടെലോമിയർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ നീളം, ടെലോമിയർ ഷോർട്ടണിങ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് ഒരു കോശത്തിന് ഇത്ര തവണ വിഭജിച്ച് കഴിയുമ്പോൾ ഈ ടെലോമിയർ അതിൻ്റെ നീളം വളരെ കുറഞ്ഞു വരികയും പിന്നെ വിഭജിക്കാൻ അല്ലെങ്കിൽ പുതിയ പതിപ്പ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. അതാണ് വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായമാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെലോമിയർ ഷോർട്ടണിങ് പരിഹരിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് പ്രായമാകില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരിക്കലും മരിക്കില്ല. നമ്മളെപ്പോഴും യുവത്വത്തിലുണ്ടാവും. പക്ഷെ അങ്ങനെ നമ്മൾ ഒരുപാട് കാലം ജീവിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ മരിക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ അങ്ങനെ ഒരു 900 വർഷം ജീവിച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എന്താണ്? അത് ഈ അർബുദം തന്നെയായിരിക്കും. കാരണം എത്രമാത്രം സെൽ ഡിവൈഡ് സംഭവിക്കുന്നു അത്രമാത്രം ഈ മ്യൂട്ടേഷൻ വരാനുള്ള അല്ലെങ്കിൽ ആ ഒരു എറർ സംഭവിക്കാനുള്ള, ആ ഒരു എറർ നിങ്ങൾക്ക് ഹാംഫുൾ ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ തന്നെയും ഒരുപാട് കാലം ദീർഘായുസോടെ ജീവിക്കുകയാണ്. 100 വർഷം, 120 വർഷം, 130 വർഷം, 140 വർഷമൊക്കെ നിങ്ങൾ ജീവിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ എന്തായാലും മരിക്കുമല്ലോ. മിക്കവാറും മരിക്കുന്നത് ഈ അർബുദം മൂലം തന്നെയാണ്. കാരണം എത്രമാത്രം സെൽ ഡിവൈഡ് സംഭവിക്കുന്നു അത്രമാത്രം ഈ ചാൻസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ വളരെ വിശാലമായൊരു വിഷയമാണ്. ഇത് വളരെ ചുരുക്കി പറയുന്നതിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് അറിയാഞ്ഞിട്ടല്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ലളിതമായിട്ട് പറയുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.